ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഡിഫൈൻ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വീഡിയോ ഡിഫൈൻ ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് ആണ്. ഫിസ്ക്കൽ ഇയർ വേരിയൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയർ ഫോർമാറ്റാണ്. അതായത് ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ഇയർ ഫോർമാറ്റ്. മെയിനായിട്ട് നമ്മൾ 2 ഇയർ ഫോർമാറ്റ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചത്. ഒന്ന് V3യും 2 K4ഉം. V3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസാണ്. K4 എന്ന് പറഞ്ഞാൽ കലണ്ടർ ഇയർ ആണ്. കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന കമ്പനീസാണ് K4 സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എബ്രോഡിലുള്ള ഒരുപാട് കമ്പനീസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് ഈ 2 ഇയർ ഫോർമാറ്റാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഈ 2 ഫോർമാറ്റ് അല്ലാതെ വേറെ ഇയർ ഫോർമാറ്റും SAPയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫൈൻ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് എന്ന സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ അവിടെ പോസ്റ്റിംഗ് പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയിലെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനായിട്ട് ഏത് ഇയറിലെ ഏത് മന്താണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്, അത് ഏത് ഇയറിലെ ഏത് മന്ത് വരെയാണ്, ഫ്രം ഏത് മന്ത് തൊട്ട് ടു ഏത് മന്ത് വരെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്സ് അസറ്റ്സ്, GL അക്കൗണ്ട്, കസ്റ്റമർ, വെൻഡർ, മെറ്റീരിയൽ, കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇത്രയും അക്കൗണ്ട് ടൈപ്സിന് വേണ്ടിയാണ് നമ്മൾ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ മന്ത്സും ഇയറും ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള T കോഡ് വരുന്നത് OBBO ആണ്. സീക്വൻസ് വരുന്നത് SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഗ്ലോബൽ സെറ്റിംഗ്, ലെഡ്ജേഴ്സ്, ഫിസ്ക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ്, ഡിഫൈൻ വേരിയൻസ് ഫോർ ഓപ്പൺ പോസ്റ്റിംഗ് പീരീഡ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് T കോഡ് വഴി പോകാം. OBBO എന്നുള്ള T കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റിലേക്ക് എത്താം. ഇനി നമുക്ക് എങ്ങനെ സീക്വൻസ് വഴി പോകുന്നതെന്ന് നോക്കാം. ഇവിടെ കമാൻഡ് ബോക്സിൽ SPRO എന്ന് ടൈപ്പ് ചെയ്യുക. അവിടുന്ന് SAP റെഫറൻസ് IMG, then ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, then ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഗ്ലോബൽ സെറ്റിംഗ്, ഇവിടെ ലെഡ്ജേഴ്സ്, ഫിസ്ക്കൽ ഇയർ ആൻഡ് പോസ്റ്റിംഗ് പീരീഡ്, ഇവിടെ പോസ്റ്റിംഗ് പീരീഡിൻ്റെ അണ്ടറിൽ ഡിഫൈൻ വേരിയൻസ് ഫോർ ഓപ്പൺ പോസ്റ്റിംഗ് പീരീഡ് എക്സിക്യൂട്ട് ചെയ്യാം. ന്യൂ എൻട്രീസ്. ഞാനിവിടെ ഒരു വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിലേക്ക് നമ്മുടെ പോസ്റ്റിംഗ് പീരീഡ് ഡാറ്റ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ TM77 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ഫോർ TM77 എന്ന് കൊടുത്തു. ശേഷം സേവ് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തതിന് സെക്കൻഡ് സ്റ്റെപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ്. ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ കമ്പനിയിലെ പോസ്റ്റിംഗ്, അതായത് ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് ഏത് മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഏത് മന്തിൽ അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഏത് ഇയറിലെ ഏത് മന്തിൽ തുടങ്ങി ഏത് ഇയറിലെ ഏത് മന്തിൽ അവസാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റെപ്പിലാണ്. OB52 T കോഡ്. നമ്മൾ സീക്വൻസ് വഴി തന്നെ പോവുകയാണ്. ഇതിൽ തന്നെ ഉണ്ട് സെയിം സീക്വൻസ്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഈ പോസ്റ്റിംഗ് പീരീഡ് സെയിം സീക്വൻസിൽ തന്നെയാണ്. അതിനകത്തിലെ ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ് എക്സിക്യൂട്ട് ചെയ്യുക. T കോഡ് OB52. പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് സിസ്റ്റം ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. TM77 എന്നാണ്. ഇവിടെ നമുക്ക് ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കൗണ്ട് ടൈപ്സ് ആയിട്ട് ചോദിക്കുന്നത് പ്ലസ് മീൻസ് വാലിഡ് ഫോർ ഓൾ അക്കൗണ്ട് ടൈപ്സ്, A ഫോർ അസറ്റ്, D ഫോർ കസ്റ്റമർ, K ഫോർ വെൻഡർ, M ഫോർ മെറ്റീരിയൽ, S ഫോർ GL അക്കൗണ്ട്, V ഫോർ കോൺട്രാക്റ്റ് അക്കൗണ്ട്. ഇത് നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇനി SAP ഓൾറെഡി റെഫറൻസ് തരുന്നുണ്ട്. ഓപ്പൺ ആൻഡ് ക്ലോസ് പോസ്റ്റിംഗ് പീരീഡ് ഒന്നുകൂടെ എടുത്തിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ഓൾ കൊടുക്കുക.
ഇവിടെ SIPയുടെ സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് കിടപ്പുണ്ട് 0001. അത് സെലക്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 0001 എന്ന ഒരു സ്റ്റാൻഡേർഡ് പോസ്റ്റിംഗ് പീരീഡാണ് ഞാൻ കോപ്പി ചെയ്തെടുത്തത്. ആ വാല്യൂസ് നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ മന്തും ഇയറും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, നമ്മുടെ വേരിയൻറ്റ് TM77 ആണ്. ഓക്കെ, SIP റിയൽ ടൈം കമ്പനീസിലെല്ലാം ഇങ്ങനെ ഇൻഡിവിജ്വലി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് കൂടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല. കോൺട്രാക്റ്റ് അക്കൗണ്ടിങ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫൈനാൻസ് ആൻഡ് കോൺട്രാക്റ്റ് അക്കൗണ്ടിങ് FICA എന്ന് പറയുന്ന മൊഡ്യൂളിലാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല, ആ ഒരു ഏരിയസിലോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ്. ബാക്കിയെല്ലാ ഏരിയസിലും നമ്മൾ ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻസും പോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബാക്കിയെല്ലാ അക്കൗണ്ട് ടൈപ്സുകളും നമ്മൾ എനേബിൾ ചെയ്യുന്നത്. കോൺട്രാക്റ്റ് അക്കൗണ്ടിനെ ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും കോൺട്രാക്റ്റ് അക്കൗണ്ടിൻ്റെ പോസ്റ്റിങ്സ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ A for അസറ്റ്, D കസ്റ്റമർ, K വെൻഡർ, M മെറ്റീരിയൽ, S GL അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്രം അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ഏത് വാല്യൂ തൊട്ട് ഏത് വാല്യൂ വരെ. ഇപ്പോൾ നമ്മൾ A to Z എന്നൊക്കെ പറയും. A to Z വാല്യൂസ് നമുക്ക് വേണം. ഇപ്പം A മീൻസ് A തൊട്ടാണ്, A തൊട്ട് Z വരെ. ഇപ്പോൾ ഇവിടെ Aക്ക് മുകളിലുള്ള വാല്യൂസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂസും SIPയിൽ യൂസ് ചെയ്യുന്നുണ്ട് പല ഏരിയസിലും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു കമ്പനി ക്രിയേഷൻ സ്ക്രീനിലോട്ട് പോകാം. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂവിലാണ്. ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടൊരു വാല്യൂ. ഇവിടെ ഒരു ഡിജിറ്റോ ഒരു വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റം ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂസും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കമ്പനി കോഡ് ക്രിയേഷൻ വിൻഡോയിലോട്ട് പോയി കാണിക്കാം. അപ്പോൾ അവിടെ ഞാൻ കമ്പനി കോഡിന് വാല്യൂ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു കമ്പനി കോഡിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. കൺട്രി IN, കറൻസി INR, ലാംഗ്വേജ് ഇംഗ്ലീഷ്. കാരണം സിസ്റ്റത്തിന് ഞാൻ കമ്പനി കോഡിന് ഒരു വാല്യൂയും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും സിസ്റ്റം ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കമ്പനി കോഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ കമ്പനി കോഡിന് വാല്യൂസ് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ് വാല്യൂ. അപ്പോൾ അങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള വാല്യൂസും SIP അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ പല ഏരിയസിലും SIP ഈ ബ്ലാങ്ക് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈവൻ ബ്ലാങ്ക് വാല്യൂസ് എന്തെങ്കിലും അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള നെയിമിൽ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടം തൊട്ട് Z വരെ, Z എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം ആയിരിക്കും, ബോട്ടം വാല്യൂ ആണ്. അപ്പം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ബ്ലാങ്ക് ടു Z മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു മാസ്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഒരു വാല്യൂസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാക്റ്റ് ഒരു അക്കൗണ്ട് സ്പെസിഫൈ ചെയ്യാതെ തന്നെ നമുക്കിങ്ങനെ ബ്ലാങ്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അതിനെ കൺസിഡർ ചെയ്യുന്നത് കംപ്ലീറ്റ് വാല്യൂസ്, എന്തെല്ലാം വാല്യൂസ് ഉണ്ടോ ഈ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം വാല്യൂസ് ഉണ്ടോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ D, K, M, S അങ്ങനെ അതിൽ വരുന്ന A to Z വാല്യൂസ്, നമുക്ക് A to Z ഒന്നും പറയാൻ പറ്റില്ല, കാരണം കംപ്ലീറ്റ് വാല്യൂസ് Aക്ക് മുകളിലുള്ള വാല്യൂസും അക്സെപ്റ്റ് ചെയ്യും. അതായത് ഈവൻ ബ്ലാങ്ക് ടു Z എന്ന് പറയേണ്ടി വരും. ബ്ലാങ്ക് ടു Z വാല്യൂസ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ കമ്പനീസ് എല്ലാം മാർച്ച് മാസത്തിലാണ് റൺ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ മാർച്ച് മാസമാണ്, 12 ആണ് പീരീഡ് വരുന്നത് മാർച്ച് മാസത്തിൻ്റെ. കാരണം ഇയർ എൻഡ് എന്ന് പറയുമ്പോൾ 12-ാം മാസമാണ്. ഇപ്പം കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന കമ്പനീസിൽ ഇപ്പം 3-ാം മാസമാണ്. ഓക്കെ, മാർച്ച് മാസം. ഇപ്പം ഇന്ത്യൻ കമ്പനീസിലെല്ലാം 12-ാം മാസമാണ്, ഇയറിലായിരിക്കും ക്ലോസിങ്സ് ഒക്കെ വരുന്നത്.
ഇയർ 2024, ടു പീരീഡ് എന്നുള്ളിടത്ത് 12 തന്നെ കൊടുക്കുകയാണ്, ഇയർ 2024. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് 12-ാം മാസം മാത്രമാണ് ട്രാൻസാക്ഷന് വേണ്ടി എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. SAPയിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസാണിത്. അപ്പോൾ ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തിലേക്ക് പോയി ചേഞ്ചസ് ഒന്നും വരുത്താതിരിക്കാനും വേണ്ടിയാണ്. കഴിഞ്ഞ മാസം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ ഒരു ചേഞ്ചസും വരുത്താതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ 12-ാം മാസം അല്ലെങ്കിൽ ഓരോ മാസം എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഏത് മാസമാണോ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർച്ചെങ്കിൽ മാർച്ച്, ഏപ്രിലെങ്കിൽ ഏപ്രിൽ, ആ ഒരു മാസം മാത്രമേ എനേബിൾ ചെയ്ത് കൊടുക്കുള്ളൂ എംപ്ലോയീസിന് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് തന്നെ നമുക്ക് ഓരോ അക്കൗണ്ട് ടൈപ്പിനെയും ഇൻഡിവിജ്വലി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അസറ്റ്സിന് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ, അങ്ങനെ ഓരോന്നും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ വെൻഡറിൻ്റെ പോസ്റ്റിങ്, കസ്റ്റമറിൻ്റെ പോസ്റ്റിങ്, GL, മെറ്റീരിയൽ. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ മെറ്റീരിയൽ പോസ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ മെറ്റീരിയൽ പോസ്റ്റിംഗ് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനകത്തിലോട്ടുള്ള ഒരു എൻട്രിയും നടക്കത്തില്ല. ഇപ്പോൾ മെറ്റീരിയലിനകത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ, കറൻ്റ്ലി ഇല്ലെങ്കിൽ, നമുക്കത് മാത്രം എന്ത് ചെയ്യാം, ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽസിന് ഇപ്പോൾ പോസ്റ്റിങ്സ് ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഇങ്ങനെ ഓരോ അക്കൗണ്ട് ടൈപ്സിനെയും ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡിവിജ്വലി ഓരോ അക്കൗണ്ടുകൾ എനേബിൾ ചെയ്യുന്നത്, മീൻസ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ സാധാരണ കാണാറുണ്ട് ഈ പ്ലസ് മാത്രം എനേബിൾ ചെയ്യുന്ന ഒരു രീതിയും കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇൻഡിവിജ്വലി ഓരോ അക്കൗണ്ടിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോ അക്കൗണ്ടിനും ഇൻഡിവിജ്വലി മാനേജ് ചെയ്യാനോ ഇൻഡിവിജ്വലി അതിനെ ക്ലോസ് ചെയ്യാനോ പറ്റും. ഇപ്പം അസറ്റ് പോസ്റ്റിങ്ങും മെറ്റീരിയൽ പോസ്റ്റിങ്ങും ഒന്നും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ മാത്രം എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. പക്ഷേ പ്ലസ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ അക്കൗണ്ടിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ അസറ്റും മെറ്റീരിയൽസിനും നമുക്ക് പോസ്റ്റിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. അത് അവിടുത്തെ ഇയർ ഡാറ്റ എന്ത് ചെയ്യാം, വൈപ്പ് ചെയ്ത് വിടാം. ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പം കമ്പനീസിൽ അസറ്റ് പോസ്റ്റിങ്ങും മെറ്റീരിയൽ പോസ്റ്റിങ്ങിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ പോസ്റ്റിങ് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. മറ്റുള്ള അക്കൗണ്ട് ടൈപ്സിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് അതിനെ മാത്രം ഒഴിവാക്കി വിടാം. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ പ്ലസ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ വാലിഡ് ഫോർ അക്കൗണ്ട് ടൈപ്സ് മാത്രമായിട്ട് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ ഇങ്ങനെ ഇൻഡിവിജ്വലി ഓരോ അക്കൗണ്ട് ടൈപ്സിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. വാലിഡ് ഫോർ ഓൾ അക്കൗണ്ട് ടൈപ്സ് കൊടുത്തു കഴിഞ്ഞാൽ SAPയിലുള്ള എല്ലാ അക്കൗണ്ട് ടൈപ്സും ഓപ്പൺ ആയിരിക്കും. ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന മാർച്ച് മുതൽ മാർച്ച് വരെയുള്ള പോസ്റ്റിംഗ് പീരീഡ് ഡാറ്റ SAPയിലുള്ള എല്ലാ അക്കൗണ്ട് ടൈപ്സിനും ഒരേപോലെ ബാധകമായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി നമ്മൾ അക്കൗണ്ട് ടൈപ്സും ഓപ്പൺ ചെയ്ത് ഇതേപോലെ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു പ്യുവർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലസ് വാലിഡ് ഫോർ അക്കൗണ്ട് ടൈപ്സ് മാത്രമായിട്ടും എനേബിൾ ചെയ്യാം. ബാക്കിയുള്ളതിനെയൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്യാനും പോസിബിളാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റുകളൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വലി നമുക്ക് ഒരു അക്കൗണ്ട് ടൈപ്സിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ നമുക്ക് വേണമെങ്കിൽ 12 മാസവും എനേബിൾ ചെയ്തും ട്രാൻസാക്ഷൻസ് പറ്റും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതൊന്നും സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല. ഒരിക്കലും ഒരു കമ്പനിയിൽ ഇങ്ങനെ 12 മാസവും എനേബിൾ ചെയ്യില്ല. ഇങ്ങനെ 12 മാസം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഓതറൈസേഷൻസ് അവിടുത്തെ എംപ്ലോയീസിന് കിട്ടുകയാണ്. അവർക്ക് 12 മാസത്തിലും ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ള ഓതറൈസേഷൻസ് കിട്ടും. ഇപ്പോൾ മാർച്ച് മാസമാണ്. ഇപ്പോൾ ഇങ്ങനെ 1 to 12 എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഴയ ഏപ്രിലോട്ടും മെയിലോട്ടും ജൂണിലോട്ടും ഒക്കെ പോകാൻ പറ്റും. അവിടെ പോയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ തിരുത്താനൊക്കെ പറ്റും. ഇതൊന്നും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അതൊക്കെ ഒരു ഫ്രോഡലൻ്റ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഓൾറെഡി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പോയി അത് തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രമക്കേടാണ്. അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ പർപ്പസിന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വിഷയമില്ല.
പക്ഷേ അതൊന്നും ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. കമ്പനീസിൽ റിയൽ ടൈമിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ പ്രാക്ടീസിനൊക്കെ വേണ്ടി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നല്ലൊരു ഐഡിയ ഇതിനകത്തുണ്ടായിരിക്കണം. പോസ്റ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊന്നും ഒരു എൻഡ് യൂസർ ആക്ടിവിറ്റീസ് അല്ല ഈ പോസ്റ്റിംഗ് പീരീഡ് എനേബിൾ ചെയ്യുന്നതൊന്നും. ഇതൊക്കെ സപ്പോർട്ട് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഇൻ ഹൗസ് കൺസൾട്ടൻറ്റിൻ്റെ ജോബിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പോസ്റ്റിംഗ് പീരീഡ്. ഇതിൻ്റെ വർക്കിങ്ങും ഇതിൻ്റെ ഫംഗ്ഷനിങ്ങും എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ ചെയ്യാൻ. ഈവൻ എഡ്യൂക്കേഷൻ പ്രാക്ടീസിനാണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ എനേബിൾ ചെയ്ത് ചെയ്യാൻ. കമ്പനീസിൽ എന്തായാലും ഇതൊന്നും ചെയ്യില്ല. റിയൽ ടൈമിൽ ഇതൊന്നും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല, ഇത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അല്ല. അത് ഏത് മാസമാണോ ഇപ്പോൾ കറൻ്റ് റൺ ആവുന്നത് അത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുക. അപ്പോൾ കമ്പനീസിലെപ്പോഴും ഇങ്ങനെ ആയിരിക്കും, സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പീരീഡിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സെക്കൻഡ് പീരീഡ് വരുന്നുണ്ട്, പീരീഡ് 2 വരുന്നുണ്ട്. ഈ പീരീഡ് 2 എന്ന് പറയുമ്പം ഇയർ എൻഡ് ടൈമിലായിരിക്കും ഇത് സാധാരണ സെറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഓഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇയർ എൻഡ് ചെയ്തതിന് ശേഷം, അതായത് ഈ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷം വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ പിന്നെ ഒരിക്കലും ഒരു ക്ലോസ്ഡ് ഫിസിക്കൽ ഇയറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു മാസത്തോടെ കഴിയുമ്പോഴത്തേന് ഈ ഇയർ ക്ലോസ് ചെയ്യും. അതായത് 2023 എന്ന് പറയുന്ന ഫിസിക്കൽ ഇയർ ക്ലോസ് ചെയ്യും. അതിനുശേഷം പിന്നീട് ആ ഒരു പർട്ടിക്കുലർ ഇയറിലേക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് നോർമലി പോസിബിൾ അല്ല. അപ്പോഴാണ് ഈ പോസ്റ്റിംഗ് പീരീഡ് നമ്മൾ ചെയ്യുന്നത്. പോസ്റ്റിംഗ് പീരീഡിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പോസ്റ്റിംഗ് പീരീഡിലേക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനാണ്. അത് എക്സിസ്റ്റിംഗ്, അതായത് പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിനെ ഒരു തരത്തിലും അത് ബാധിക്കത്തില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് 2024 മുതൽ 2025 വരെയാണ്. അതിൽ ഫിസിക്കൽ ഇയർ 2024 അതിന് ഒരു തരത്തിലും ഈ ഒരു പോസ്റ്റിംഗ് പീരീഡ്, ഈ സ്പെഷ്യൽ പോസ്റ്റിംഗ് ബാധിക്കത്തില്ല. നമ്മളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 12ാമത്തെ പീരീഡിലാണ്, അതായത് മാർച്ച് മാസത്തിലാണ്. അപ്പം ഈ ഒരു 12ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുമ്പോഴത്തേന് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഇയറിൽ പിന്നെ നോർമൽ രീതിയിൽ പോസ്റ്റിംഗ് പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, SAP അഡീഷണൽ ഒരു 4 മാസത്തോടെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 മാസത്തിലെ ഇപ്പോൾ 13ാമത്തെ മാസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മാർച്ചിലോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അത് 13ാമത്തെ മാസത്തിൽ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഈ ഉള്ള ട്രാൻസാക്ഷൻസ് ഒന്നും പുതിയ ഫിനാൻഷ്യൽ ഇയറിനെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സ്പെഷ്യൽ പീരീഡ് പോസ്റ്റിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് കണ്ടാൽ മതി. സാധാരണ സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് എനേബിൾ ചെയ്യുന്നത് ഇയർ എൻഡ് ടൈമിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതായത് ഇന്ത്യൻ കമ്പനീസിൽ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷവും പിന്നെ കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്ന കമ്പനീസിൽ ഡിസംബർ മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്പെഷ്യൽ പീരീഡ് ഓപ്പൺ ചെയ്യുന്നത്. 13-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, 13 മുതൽ 16 വരെ. അങ്ങനെ മാക്സിമം 4 പോസ്റ്റിംഗ് പീരീഡാണ് SAPയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഈ 4 പോസ്റ്റിംഗ് പീരീഡ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ ക്വാർട്ടർ വൈസ് യൂസ് ചെയ്യാം. അതായത് ഒരു ഇയർ എന്ന് പറയുമ്പോൾ 4 ക്വാർട്ടർ ആണല്ലോ, ആദ്യത്തെ 3 മന്തിനെ ഒരു ക്വാർട്ടറായിട്ട് കൂട്ടാം. അങ്ങനെ മാക്സിമം 4 ക്വാർട്ടർ ഉണ്ടായിരിക്കും ഒരു ഇയറിൽ. ഈ 4 പോസ്റ്റിംഗ് പീരീഡ്, ഈ 4 സ്പെഷ്യൽ പോസ്റ്റിംഗ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടർ വൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ടാക്സ്, ഓഡിറ്റ്, പിന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ SAP ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാമെന്ന് എടുത്ത് പറയുന്നില്ല. ഈ 2 രീതിയിലോ അല്ലെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലോ കമ്പനീസിന് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയായാലും സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഡാറ്റ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 13ാം മാസം ഒന്ന് കൊടുക്കുന്നു, അതിനുശേഷം ഇയർ 2024 2 പീരീഡ് എന്നുള്ളിടത്ത് 13 വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ 16 മാസവും എനേബിൾ ചെയ്യാം. 2 രീതിയിലും കൊടുക്കാം. ആ ഒരു എക്സാക്റ്റ് ഒരു 1 മന്ത് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ 13 to 13 മതി. ഇനി അതല്ല 4 മാസത്തേക്ക് അങ്ങ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ കമ്പനീസിൽ ഏതൊക്കെ അക്കൗണ്ട് ടൈപ്സ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഏതൊക്കെ അക്കൗണ്ട് ടൈപ്പ് സ്പെഷ്യൽ പീരീഡ് പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അത് മാത്രം എനേബിൾ ചെയ്താൽ മതി. ഇപ്പോൾ വെൻഡറിൻ്റെ ആണെങ്കിൽ K ആണ്, വെൻഡറിനും അത് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇനി GL അക്കൗണ്ടിങ്ങിനകത്തിൽ കുറേ സ്പെഷ്യൽ പീരീഡ് പോസ്റ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. വേറെ ഒരു അക്കൗണ്ട് ടൈപ്സിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം.
ഇതാണ് ഇൻഡിവിജ്വലി നമ്മൾ അക്കൗണ്ട് ടൈപ്സ് എനേബിൾ ചെയ്താലുള്ള യൂസ്. ഓക്കെ, ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഇനി വരുന്നത് പീരീഡ് 3 ആണ്. പീരീഡ് 3 SAP S/4HANAയിൽ മാത്രമുള്ളൊരു ഫീച്ചറാണ്. ECCയിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. പീരീഡ് 3 കൂടുതലും യൂസ് ചെയ്യുന്നത് കൺട്രോളിങ്ങിലെ സെക്കൻഡറി കോസ്റ്റ് അക്കൗണ്ടിൻ്റെ പോസ്റ്റിങ്ങിന് വേണ്ടിയാണ്. ഇത് ഫൈനാൻഷ്യൽ സൈഡുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പീരീഡ് 3യിൽ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനും ഫൈനാൻഷ്യൽ സൈഡിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. എക്സ്ക്ലൂസീവ്ലി ഫോർ കൺട്രോളിങ്ങിലെ സെക്കൻഡറി കോസ്റ്റ് GL പോസ്റ്റിങ്ങിന് വേണ്ടിയൊക്കെയാണ് ഈ പീരീഡ് 3 നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിംഗ് പീരീഡിനകത്തിൽ പറയാനുള്ളത്. പീരീഡ് 3 ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് അസൈൻ വേരിയൻസ് ടു കമ്പനി കോഡ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സീക്വൻസ് വഴി തന്നെ പോകാം. ഈ സെയിം സീക്വൻസിൽ തന്നെയാണ് അസൈൻ വേരിയൻസ് ടു കമ്പനി കോഡ്. T കോഡ് OBBP എക്സിക്യൂട്ട് ചെയ്യുക. പൊസിഷൻ എടുത്തിട്ട് നമ്മുടെ കമ്പനി കോഡ് സെർച്ച് ചെയ്തെടുക്കുക. അതുമായിട്ട് നമ്മുടെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് കണക്ട് ചെയ്യുക. ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.